ഇന്ന് നമ്മുടെ ബാങ്കോക്കിലെ ഡേ 4 ആണ്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് സഫാരി വേൾഡും മറൈൻ പാർക്കുമാണ്. ഈ സഫാരി വേൾഡിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കേൾവിയുള്ള നമ്മളിപ്പം ബാങ്കോക്ക് അല്ലെങ്കിൽ പട്ടായ, തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ആദ്യം വരുന്നൊരു സംഭവമായിരിക്കും ഇവിടുത്തെ മറൈൻ പാർക്കും സഫാരി വേൾഡും. സഫാരി വേൾഡ് എന്ന് പറഞ്ഞൊരു 480 ഏക്കറാണ്. ഒരു റിയൽ വേൾഡ് ജംഗിൾ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതിൻ്റെ കൂടെ ഡ്രൈവ് ത്രൂ ചെയ്ത് ലൈവായിട്ട് ആനിമൽസിനെ കാണും. ലയണുണ്ട്, ടൈഗറുണ്ട്, ജിറാഫുണ്ട്, സീബ്രാസ് ഉണ്ട്, പല ആനിമൽസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ഇടയിലൂടെ ഡ്രൈവ് ത്രൂ നടത്തുന്നത് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു സൂവിനേക്കാൾ ഉപരി ഇവർ ഒരു റിയൽ ഒരു വേൾഡ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ സഫാരി മറൈൻ പാർക്ക് ഇതുപോലെ ഒത്തിരി ഷോസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒറാൻഗുട്ടാൻ ഷോ, ഡോൾഫിൻ ഷോ, അങ്ങനെ കുറേ ഷോസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്ര നമ്മൾ കവർ ചെയ്യും. അവിടെ തന്നെ നമുക്ക് ലഞ്ചും കാര്യങ്ങളും. ഇപ്പോൾ രാവിലെ ഏകദേശം 9:30 ആവുന്നു. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈവനിങ് ഒരു ഡേ ഫുൾ നമ്മൾ അവിടെ ആയിരിക്കും. വൈകിട്ട് നമുക്ക് ക്രൂയിസും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഇന്നത്തെ ഡേ അടിപൊളിയായിരിക്കും. നിങ്ങൾ മിസ്സാക്കാതെ എല്ലാം കാണണം. ഒരു ഗ്ലിംസ് മാത്രമായിരിക്കും കാണിക്കുന്നത്. എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ത്രില്ല് കാണത്തില്ല. വരാൻ വേണ്ടി ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അകത്ത് പോയ ശേഷം കാണാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. തായ്ലൻഡിൽ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു പാർക്ക് ഉണ്ടെന്നും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയുന്നത്. കാറിൻ്റെ അകത്തിരുന്ന് നമ്മൾ ഒരു കാട്ടിലൂടെ പോകുമ്പോൾ 1982 ഓപ്പൺ ചെയ്തത്. സംഭവം ഒരു ആഫ്രിക്കയിലൊക്കെ പോകുന്ന ഫീലാണ്. ഇത് മാൻമെയ്ഡ് ആണ്. ഏകദേശം 488 ഏക്കറിന് മുകളിൽ ഇതിന് അവർ പണിത് വെച്ചിരിക്കുക മാൻമെയ്ഡ് ആയിട്ട്. സംഭവം 200 മേളിൽ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ട്. ലിറ്ററലി ഒരു ഭയങ്കര മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ, സംഭവം അതാണ്. എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും അത്ഭുതം തോന്നുന്നത്, നമുക്കിതിൻ്റെ അകത്ത് കാറിൻ്റെ വിൻഡോ തുറക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഡേഞ്ചറസ് ആണ്. കഴിഞ്ഞ ഇടയ്ക്കൂടെ ഒരാൾ ഇവിടെ മരിച്ചതേ ഉള്ളൂ. അതായത് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ. ടൈഗറിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അന്ന് പയ്യെ കാണിച്ചു തരാം. അവിടെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ ഒരാൾ വണ്ടിയായിട്ട് പോയി പാർക്ക് ചെയ്ത് കിടന്നു. അയാളുടെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സംതിങ് നടന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് അത് അറിയുന്നത്. ആ പുള്ളിയെ ആക്രമിച്ച പുള്ളി ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞങ്ങളോട് അതുകൊണ്ട് ക്ലാസ് എല്ലാം ലോക്ക്ഡ് ആക്കി വളരെ സേഫ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സഫാരിക്ക് അവർ കൊണ്ടുവന്നത്. നമ്മുടെ സ്വന്തം കാറിൽ നമുക്ക് പോകാൻ ടിക്കറ്റ് എല്ലാം എടുക്കണം. നമ്മുടെ ഏജൻസി നമുക്ക് ഫ്രീ ആയിട്ട് കേട്ടോ തന്നത്. അപ്പം നിങ്ങൾ കൈരളി ട്രയൽസ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ത്രൂ നമ്മൾ വന്നത്. നിങ്ങൾ മാക്സിമം അവർ ത്രൂ വരാൻ നോക്കി ഭയങ്കര ലാഭമായിട്ട് തായ്ലൻഡിൽ വരാൻ പറ്റും. ഇവിടെ ഇല്ലാത്ത ആനിമൽസ് ഇല്ല. മുകളിലും ലെഫ്റ്റിലും റൈറ്റിലും എവിടെ നോക്കിയാലും ഫുൾ ഓഫ് ആനിമൽസ്. അതും ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡ്രീം ചെയ്യുന്ന ഒരു സംഭവം റിയൽ ലൈഫിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽ ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിപ്പോവും. നമുക്ക് ആദ്യം നമ്മൾ കാണുന്ന ആനിമൽസ് ഒന്നും അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് അല്ല. ഒത്തിരി വെറൈറ്റി ബേർഡ്സ്, സീബ്രാസ്, അതുപോലെ ഒത്തിരി ആനിമൽസ്, നല്ല രസമുള്ള ആനിമൽസിനെ കാണും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ വരും. അവിടെ ഫുൾ വാർണിങ്സും കാര്യങ്ങളുമാണ്. അവിടെ നമുക്ക് ടൈഗർ, ലയൺ എല്ലാം ഇങ്ങനെ നമ്മുടെ സൈഡിൽ കേജിലൊന്നും അല്ല, ചുമ്മാ റോഡ് ക്രോസ് ചെയ്യുന്നു, അവിടെ കിടക്കുന്ന ലേക്കിലൂടെ സ്വിം ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഗ്ലാസ്സിൽ നിന്ന് ജസ്റ്റ് നോക്കിയാൽ ഈ പുലിയൊക്കെ നമ്മൾ തൊട്ടടുത്ത് കാണാം. അതുകൊണ്ട് ഈ പുലിക്കൊക്കെ നമ്മുടെ കാറിനേക്കാളും മുകളിൽ ചാടാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ട് ഞങ്ങൾ അവിടെ കൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സമയം തരും. വണ്ടിക്കകത്തിരുന്ന് നമുക്ക് വീഡിയോ, ഫോട്ടോസ് എല്ലാം എടുക്കാം. ഒരു മസ്റ്റ് എക്സ്പീരിയൻസ്. പലരും ഇവിടെ വന്നിട്ട് മിസ് ചെയ്യുന്ന സംഭവം, പക്ഷെ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും ഞങ്ങൾ ഇത്രയും നേരം ഒരു കാടിൻ്റെ അകത്തോടെ ഒരു കാർ ഡ്രൈവിംഗ് ആയിരുന്നു. ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഗ്ലിംസ് ആയിട്ടെല്ലാം കാണിക്കാം നിങ്ങളെ. ലയണെ നമ്മുടെ കാറിൻ്റെ തൊട്ടടുത്തുണ്ട്. ഗ്ലാസ്സൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഫുൾ സെക്യൂരിറ്റിയാണ്. കാറിൻ്റെ അകത്ത് ഇത്രയും ക്ലോസറായിട്ട് കരടിയെ, പുലിയെ, കടുവ, സിംഹം, എല്ലാ സാധനങ്ങളും ഉണ്ട്. ജിറാഫുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. മസ്റ്റായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രൈ ഔട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം, ഞങ്ങൾക്ക് ഏജൻസി ത്രൂ ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഞങ്ങൾ ഒരു രൂപ എക്സ്ട്രാ മുടക്കണമില്ല. ഞങ്ങളുടെ പാക്കേജിൽ അവർ ഒരു ചാർജ് ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നു. പലരും ഇവിടെ വന്ന് കളിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഏജൻസി ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് ഞാൻ ഇവിടെയുള്ള കുറച്ച് ഏജൻസിയുടെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഫുൾ കാടിൻ്റെ അകത്തോടെയാണ്. ഞാൻ ഈ സൈഡിലായിട്ട് നിങ്ങളെ കാണിക്കും എന്തൊക്കെ കണ്ടെന്നുള്ളത് ഗ്ലിംസ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം. വെറുതെ ഞാനിത് ഫുള്ള് കാണിച്ച് നിങ്ങൾ കാണേണ്ട സംഭവമല്ല. വന്ന് കാറിൻ്റെ അകത്തിരുന്ന് ഇതുപോലൊരു കാറിൻ്റെ അകത്തിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്.